ഹായ് മക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലൊരു സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എളുപ്പത്തിലൊരു മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കാണിച്ചു തരാം, വായോ. മുട്ടച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ചെറിയ സബോള എടുത്ത് ചെറുതായി അരിയുക. അത് അരിഞ്ഞ് നമ്മളെ സൗകര്യാർത്ഥം എടുക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കി കുനുകുനാന്ന് അത് അരിയുക. അതരിഞ്ഞ് പിന്നെ തക്കാളി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ഒരു മുട്ടയ്ക്കുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് തക്കാളി ഒന്നിന് അധികം പുളിപ്പ് വേണ്ട നമുക്ക് ചോറിന്. അപ്പോൾ ആ ഒരു തക്കാളി എടുത്ത് അത് നമുക്ക് അതരിഞ്ഞ് ചെറുതാക്കി അതരിയാം. ഇപ്പോൾ ചേരുവകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ആവശ്യമായ എണ്ണ, അത് ഓയിലാ വെളിച്ചെണ്ണ എന്തായാലും മതി, അത് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം സബോള ഇടുക, പച്ചമുളക് സബോള എല്ലാം ഇടുക. അത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം സബോളയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. അത് വഴറ്റി പച്ചമണമൊക്കെ മാറിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഉപ്പിട്ട് തക്കാളി ഇട്ട് നന്നായി വഴറ്റുക. അതോടെയുന്ന തക്കാളി സബോള എല്ലാം നന്നായിട്ട് ഉടയുന്ന വരെ നന്നായി ഇട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇപ്പോൾ ഏകദേശം ഒന്നായിട്ടുണ്ട്. അതെല്ലാം വഴറ്റിയതിന് ശേഷം ആദ്യം മുളക് പൊടി ഇട്ട് അത് മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഇടുക. ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി ഇനി മുട്ട ഒഴിച്ച് കൊടുക്കാം. അതേ മുട്ട നമുക്ക് ഉടച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് മുട്ടയൊക്കെ നന്നായി വരട്ടിയെടുത്താൽ കുറച്ചും എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ മുട്ട തന്നെ നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി കൂട്ടി യോജിപ്പിക്കുക. ചോറല്ലാതെ നന്നായി കൂട്ടി നന്നായിട്ട് ഇളക്കുക. തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം ശരിയാക്കി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മുട്ടച്ചോറ് റെഡിയായി. നല്ല ടേസ്റ്റാണ്. പറഞ്ഞ കറികളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി വിഷമിക്കാനോ കഴിക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റായുള്ള ഒരു ചോറാണ്. ഇതാണ് നമുക്ക് എളുപ്പത്തിന് ആക്കാൻ പറ്റിയൊരു ചോറാണ്. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാത്തിനും എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.